അസ്സലാമു അലൈക്കും. എന്തില്ല നല്ലത്. എന്താമത്തെ പുതിയ വിശേഷം? പുതിയ വിശേഷം പറഞ്ഞാല് ഞാൻ ഇങ്ങനെ പൊതുവെയുള്ള അഭിപ്രായങ്ങൾ കേട്ടെടുത്തോളം നിങ്ങൾ എത്രയും പെട്ടെന്ന് ആടുന്ന ഏതെങ്കിലും സേഫായ സ്ഥലത്തേക്ക് മാറലാണ് കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല, കാരണം വെച്ചാല് താഹിർ സഖാഫിന്റെ പട്ടാപ്പകൽ നമ്മൾ മുമ്പ് കണ്ടതാണല്ലോ. പിന്നെ അപ്പോ ഉണ്ടല്ലോ നിങ്ങള് മൂപ്പരെ കാണാൻ പോകുന്നതിൽ ഞാൻ നേരത്തെ കാണാൻ പോകല് പിന്നെ ഹൈറായിരിക്കുന്ന എനിക്ക് തോന്നി. പക്ഷെ ഇപ്പൊ ഹൈറിനേക്കാൾ കൂടുതൽ അത് ഷെറാവോ എന്നുള്ളൊരു ഭയമുണ്ട് എനിക്ക്. എന്താ പിന്നാലെ വിളിച്ചിണ്ടാവല്? ഇല്ല, ഞാൻ കളയിട്ടാന്നെ ബന്ധപ്പെടുത്തി വിളിക്കാറുണ്ട് അച്ഛന്റെ ശേഷം. ആര് അല്ല നിങ്ങള് പിന്നെ ഷെയ്ഖുനെ കാണാൻ പോകുന്നു എന്നിട്ടോ നിങ്ങള് എന്തോ കേട്ട്? അതെ അച്ഛന്റെ ശേഷം വിളിക്കാന്ന് പറഞ്ഞു തന്നോട്. ആര് നിങ്ങൾ മൂപ്പരെ വിളിക്കാന്നല്ല എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ വിളിക്കാന്ന്? ഇല്ല, അവരിങ്ങോട്ട് വിളിക്കാം, ഇങ്ങോട്ട് വിളിക്കും. അത് ശരി. അല്ല കാരണം വെച്ചാൽ നിങ്ങള് മൂപ്പരെ പോയി കാണുമോ? സ്വാഭാവികമായിട്ടും ഇപ്പോ പിന്നെ ഇവരെ നേതാക്കന്മാർക്കൊരു ആത്മവിശ്വാസം തകർന്നു പോകുന്നൊരു പരിപാടിയില്ലേ? അതായത് SKSF നേതാക്കന്മാർക്ക് നിങ്ങൾ കാന്തപുരത്തിന് ഈ ഒരു അവസരത്തിൽ കാണാൻ പോകുന്നു പറഞ്ഞാൽ ഓലിക്കൊരു പ്രയാസം ഉണ്ടാകുന്ന കാര്യമല്ലേ? അല്ല, അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിന് വേറെ എനിക്ക് കുറെ മസലാത്ത് ഉണ്ടായത് കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരോട് പറയാനൊക്കെ സുലൈമാൻ ഉസ്താദിനോട് നമുക്കെന്ത് ചെയ്യാം, അവസാന നിമിഷം വരെ നമ്മുടെ മസലാത്തിന് ശ്രമിച്ചിട്ടുണ്ടെന്നും അപ്പൊ എന്നിട്ടും ഇവര് തയ്യാറാവാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ SKSന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ അവരുടെ സംസാരിച്ച് അടുത്തത് SKSലേക്ക് പോയാൽ അതിന്റെ ഉത്തരവാദി ഇവിടെയുള്ള സംഘടനാ നേതാക്കൾ തന്നെ ആയിരിക്കും എന്നൊരു ചർച്ചയും നടക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ അവസാന സെക്കൻഡിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടിയാണോ? അല്ല, ഞാനാലോചിക്കുന്നത് കാരണം വെച്ചാല് പിന്നെ നിങ്ങള് സംഘടന മൗനം പാലിച്ചപ്പോഴും മൂപ്പരെ വ്യക്തിപരമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ഒരാളാണ് നിങ്ങൾ അല്ലേ? ആര് പിന്നെ ഈ ഷെയ്ഖുനക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ സംഘടന തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയത്ത് നിങ്ങളാണല്ലോ രംഗത്തിറങ്ങിയത്. അതെ. എന്നിട്ട് ഈ ഒരു വിഷയത്തിൽ ഈ കഴിഞ്ഞ 2-3 മാസം നിങ്ങൾ ഇങ്ങനെ മൂലയിലായിട്ടും മൂപ്പര് അന്നേരം ശ്രമിക്കാത്ത ഒരു മസലത്ത് പറ്റി ഇപ്പം മൂപ്പര് ഒരു മസലത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിപ്പിക്കുന്നതിൽ എന്താണ് അർത്ഥം ഞാൻ എനിക്ക് തിരിയാത്ത? അല്ല, മസല്ല മൂപ്പര് പറയുന്ന ഏകദേശം മാറ്റുകൾ നമുക്കുള്ളൂ. അങ്ങനത്തെ കുറെ ജോലിയാക്കി തരാം, അങ്ങനെ ഇവിടുന്ന് പോകണമെന്നുള്ള ഉദ്ദേശത്തിലേക്ക് അങ്ങനത്തെ പറയാൻ പോകുന്ന മാറ്റ്. അല്ല മൂപ്പരിപ്പോ നിങ്ങൾ അല്ല കാന്തപുരം നിങ്ങൾ എന്തിനിപ്പോ വിളിപ്പിക്കുന്നത്? എന്തിനായിരിക്കും ഇപ്പൊ വിളിപ്പിക്കുന്നത്? അതായത് കാന്തപുരം വിളിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം, ഞാൻ തൽക്കാലം കേരളത്തിൽ നിന്ന് പോകണം, എവിടെങ്കിലും ജോലി മുതലാക്കി തരാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്താ ചെയ്യാ, പ്രശ്നങ്ങൾ ശരിയാവും. നിങ്ങൾക്കിപ്പോ ജോലി ഇല്ലാത്തൊരു അവസ്ഥ ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് കമ്മിറ്റിയിൽ പ്രശ്നങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. അവിടുന്ന് തൽക്കാലം ഒഴിവാകുക എന്നൊക്കെ പറയാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാല്, നമ്മള് അങ്ങനെ ഒഴിവാകുക എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ സുലൈമാൻ ഉസ്താദിനോടും അതേപോലുള്ള ആളുകളോട് നമ്മൾ ന്യായമായ കാര്യം പറയാനായല്ലോ. ഇത്രയായിട്ട് നമുക്ക് ലാസ്റ്റ് പോയപ്പോൾ മൂപ്പർ അതാണ് പറഞ്ഞതെന്ന് പറഞ്ഞാലേ, അപ്പൊ എന്തായെന്ന് വെച്ചാൽ നമ്മൾ അതിന് തീർത്തും നിസ്സഹായനാണെന്നില്ല. നമ്മൾ പേര് ഇന്നുകൊണ്ട് എന്തെങ്കിലും അപ്പൊ ഒരാളും ആശ്രമിക്കില്ല. അല്ല, നിങ്ങളവിടെ പോയാൽ അറിയുന്ന ഒരാളും നിങ്ങളവിടെ പോയാൽ കാരണം ഓലെ നന്നായിട്ട് അറിയുന്നുണ്ട്. എന്താ പറയാ, ശാരീരികമായിട്ട് നിങ്ങൾ ഇല്ല ഒരാഴ്ചയുടെ നിൽക്കുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവാ, അല്ലെ കുറച്ചൊന്ന് ഇതാക്കട്ടെ എന്ന് പറഞ്ഞ് അതിന് സാധ്യമല്ല. അതിനൊക്കെ അവരെ ഉദ്ദേശത്തിൽ അങ്ങനല്ല. ഇപ്പൊ ഞാൻ പോകുന്ന അവർക്ക് തോന്നിയെങ്കിലല്ലേ അങ്ങനെ ഞാൻ ഒരിക്കലും പോരാമെന്ന്. അത് ശരി. അല്ല, അങ്ങനെ പോകില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്ര നാളും ഇല്ലാത്തൊരു ഭയങ്കരമായ മസലത്തുമായിട്ട് ഇപ്പൊ ഇവരെ രംഗത്തിറങ്ങാനുള്ള കാരണം എന്തായിരിക്കും? അതായിരിക്കാത്ത അങ്ങനല്ല, എത്രയോ തവണ ഞാൻ പോയതല്ലേ, 3, 4, 10 വട്ടങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോക്ക് തന്നെ കാരണം ഉദ്ദേശിച്ചില്ല. അത് ശരി.
പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ശരി. രാമദലിന്റെ അഭിപ്രായം എന്താ? രാമദലിന്റെ അഭിപ്രായം പറഞ്ഞില്ല, രണ്ടും പറഞ്ഞു പോണ്ടാന്ന്. പിന്നെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു പോകണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ രാമദലിനെ ഒന്നായിട്ട് കൂട്ടാൻ പറ്റുമോ? അത് നടക്കില്ല, രാമദലിൽ ഞങ്ങൾ കളിക്കും. ശരി, അത് ഇറക്കുന്നില്ല, രാമദലിൽ തിരക്കുള്ള ആളില്ല. ശരി. അങ്ങനെ പിന്നെ അത് പിന്നെ അഥവാ പോയില്ലെങ്കിൽ നാളെ അവര് ഉറപ്പിച്ച് കൊടുക്കും പത്രത്തിന് മോശമാക്കുന്ന പുറത്താക്കി. അതുകൊണ്ട് പോയൊന്നും നോക്കുന്നില്ല. അപ്പൊ പോയിട്ട് നിങ്ങൾ ഇപ്പൊ എന്താ പറയാൻ പോന്നേ? ഞാൻ ഒന്നും പറയുക, ഞാന് പറഞ്ഞു കെട്ടാൻ വരും. എനിക്ക് സുലൈമാനെ ഒറ്റ ഫോൺ ഉണ്ടാവും, പറഞ്ഞു എനിക്ക് പ്രതീക്ഷയില്ല, ഇസ്ലാം അറിയിക്കാൻ പോകുന്നത്. ശരി. അങ്ങനെ സുലൈമാനെ എന്നെ ഒരു എഴുതി പറയാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. അല്ല, എനിക്ക് മനസ്സിലായി. അപ്പൊ മൂപ്പര് പുറത്ത് നല്ലൊരു ജോലി തരാന്ന് പറയുമ്പോ നിങ്ങൾ തോന്നി ഇപ്പൊ അവിടുന്നൊന്നും എതിർക്കുന്നില്ല, അവിടുന്ന് ഇൻഷാല്ലാന്ന് വരും. സുലൈമാനോട് ഞാൻ പറയാം, ഒരു പരിഹാരമല്ല, അതുകൊണ്ട് പരിഹാരം എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ വെക്കുകയാണ്. അത് സുലൈമാനെ വിളിക്കുന്ന പറഞ്ഞ് ഏപ്പിക്കാരെ കാണണമെന്നോട് പ്രത്യേകം പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ അത് പിന്നെ അതുണ്ടായി കഴിഞ്ഞാല് ഉസ്താന്റെ സ്ഥാനത്ത് രക്ഷപ്പെടാൻ. ശരി. അങ്ങനെ ഏതായാലും ഇൻഷാ അല്ലാ പിന്നെ പരമാവധി നാളെ മുതൽ നിങ്ങൾ അവിടെ മാറി നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് ആലോചിക്കുക. കാരണം വെച്ചാൽ അവിടെ ഒരു സുഖം തോന്നില്ല. നോക്കുന്നു എന്താ വിളിക്കണേ? ഇൻഷാ അല്ലാ ഞാൻ വിളിക്കും. അസ്സലാമു അലൈക്കും.